ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിനിമ വ്ളോഗ്സിന്റെ ഒരു ഹാപ്പി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് കറങ്ങുന്നതിന്റെ രണ്ടാമത്തെ സ്ഥലമാണ് അല്ലേ? അപ്പം ഒരിടം കഴിഞ്ഞിട്ട് ഇവിടോട്ട് വന്നു. ഇവിടെ നല്ല അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര സംഭവമാണ്, ഒന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. സൂപ്പർ സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ. ഇടയ്ക്ക് നോക്കുന്ന എന്നാ ചോദിച്ചാൽ അവിടെ തള്ള മുളക് അമ്മച്ചി മുളക് പൊടി എടുക്കുന്നത് കാറ്റടിച്ച കണ്ണിലോട്ട് കിട്ടും. അപ്പം അയ്യോ പുറകിലോടുമ്പോണ്ട് ജോൺ എണീറ്റ് പോയി കേട്ടോ, ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കുന്നതായപ്പോഴത്തേക്കും. അപ്പം ഇന്നത്തെ ഇവിടുത്തെ എന്നാ പറയുന്നത്, ഇവിടുത്തെ സ്ഥലം രാമക്കൽമേട്ടിലെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ പോയി കണ്ടോ കേട്ടോ. നല്ല സൂപ്പറാണ്, ഭയങ്കര അടിപൊളി നല്ല വൈബാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ പോയി കണ്ടോ. നമ്മളിപ്പം വന്നേക്കുന്നത് വെള്ളിലാങ്കണ്ടമാണ് കേട്ടോ. ഞാൻ തീരുമാനമായിട്ടൊക്കെ വരുന്നത് നമ്മുടെ ജഗതിയാശാൻ്റെയൊക്കെ അവിടുന്ന് വരുന്ന വഴിയാണ് കേട്ടോ. വെള്ളിലാങ്കണ്ടത്തുനിന്ന് ഇച്ചിരി ഉള്ളിലോട്ട് വരണം. കേക്കമാട്ടുക്കട്ടെ എന്നാന്ന് തോന്നുന്നു ഈ സ്ഥലത്തിൻ്റെ പേര്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അവിടെ പൂമരങ്ങൾ പൂത്തിക്കുന്നത് ഒരു പ്രദേശം മൊത്തം ഉണ്ട് കേട്ടോ. അവിടെ തുടങ്ങിയുണ്ട് കണ്ടോ. അത് ഇതിന് എന്നാണ്ട് ഒരു മരുതെന്നും കണ്ടാ പറയുന്നത് കേട്ടോ. ചേട്ടായിയൊക്കെ പോയി നിൽക്കുന്നത് അവിടെ കണ്ടോ. മണിമരുതെന്നും കണ്ടാണ് ഇപ്പം ജോണ് പറഞ്ഞത് കേട്ടോ. ഇതുണ്ടോ, ഈ ഒരു പ്രദേശം മൊത്തം ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ല, ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഓരോ കാര്യങ്ങളേ ഞങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇത്. അപ്പം ജോണിനോട് ആരണ്ട് കടയിൽ ചെന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയാന്ന് പറഞ്ഞിട്ട് അവൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന കേട്ടോ. നല്ല രസമുണ്ട്. ഇവിടെ വരെ നമ്മുടെ ഇടുക്കി ഡാം നിറഞ്ഞ് കഴിയുമ്പോഴത്തേനും വെള്ളം കയറുന്ന ഏരിയയാണ് കേട്ടോ ഇത്. ഇഷ്ടം പോലെ മീനെയൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ്. ഞാൻ അങ്ങോട്ട് ഇച്ചിരി അവിടെ പോയിട്ട് കാണിച്ചു തരാം. ദേ ചേട്ടായി അവരൊക്കെ അവിടെ നിൽപ്പുണ്ട്, പശു നിൽക്കുന്നു. നല്ല രസമുണ്ട് കേട്ടോ അല്ലേ, നല്ല രസം. പൂ നിൽക്കുന്നതാണ്. ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും നല്ലതായിരുന്നടി, നല്ല രസം. ഇതെന്നാ സംഭവം? കണ്ടം തോടാ കേട്ടോ. ഇവിടെ വെള്ളം ഒഴുകുന്ന സ്ഥലമാണ്. തോടാ കണ്ടോ, തോടാ. നല്ല രസമുണ്ട് കേട്ടോ. ഇതിലെല്ലാം നിറച്ച് മുട്ടിട്ട് നിൽക്കുവാണേ. ഇത് സെറ്റ് എന്നോ രസമാണ് നോക്കി. ഇത് മൊത്തം വെള്ളം കയറി നിറയുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പം പിള്ളേരുടെ കോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഡാമളം മഴയങ്ങ് തുടങ്ങിയതിന് ഇവിടെ എല്ലാം വെള്ളം നിറയും. അങ്ങ് കണ്ടോ നിങ്ങളൊരു സംഭവം. അതിനാണ് ജോണേ നമ്മുടെ കുഴൽപ്പാലം. ദേ വണ്ടി പോകുന്നുണ്ടോ, അത് കുഴൽപ്പാലം കേട്ടോ. ആ റോഡേ നമുക്ക് പോകേണ്ടത് കേട്ടോ. ദൈവമേ, അവിടെ പാലം നന്നായിട്ട് വലുതായിട്ട് കെട്ടുന്നുണ്ട്, പക്ഷേ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. എന്നാലും വണ്ടി പോകുന്നതൊക്കെ കാണാം. ഉണ്ടോ, നല്ല രസമില്ലേ. ഒരു മഞ്ഞക്കൊങ്ങണി പൂത്ത് നിൽക്കുന്നു ഇവിടെ കണ്ടോ. കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ദൈവമേ, എവിടെ? അയ്യോ നല്ല രസമുണ്ട് കേട്ടോ. കുഴപ്പമില്ല, അവിടെ ചെല്ലും ഒറ്റപ്പോക്ക് പോയി കഴിഞ്ഞാൽ അല്ലേ. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ന്യൂസിലാൻഡ് കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ന്യൂസിലാൻഡ് വരെ പോയി. അതിനും വേണം ഒരു യോഗം. അപ്പോൾ തൂക്കുപാലം ന്യൂസിലാൻഡ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം സമയം 2:30 കഴിഞ്ഞുകൊണ്ട് ചോറ് ഇവിടുത്തെ കഴിഞ്ഞു. അപ്പം ബിരിയാണിയാണ് ഉള്ളത് കേട്ടോ. അപ്പം നേണ്ട ബിരിയാണി എല്ലാവർക്കും മേടിച്ചു. നേണ്ട ചേട്ടായിക്കൊക്കെ കിട്ടിയിട്ടില്ല, കൊച്ചു പൊറോട്ട കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ബിരിയാണി കഴിച്ചിട്ട് കുറേ ദിവസമായിരുന്നു. അപ്പം ഇത് രാമക്കൽമേടോ അല്ലല്ലോ? രാമക്കൽമേടല്ലേടാ? പോകുന്ന വഴിയാണ്. ഇതന്നെ സൗണ്ട് അടുത്ത് ചെന്നിട്ട് നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ തമിഴ്നാട്ടിൽ കൂടെ പോയപ്പോൾ ഇഷ്ടംപോലെ കാറ്റാടി കിട്ടായിരുന്നു. കൊച്ചു കണ്ടേയില്ലേ ഇതുവരെ? അത് ഓരോ വളമൊക്കെ ചെല്ലുമ്പോഴേ കാണാൻ പറ്റുന്നത്. ഇപ്പം എത്തും നമ്മൾ. അതെ, ആനയെ കണ്ട്. അതെ, നമ്മൾ എന്നെല്ലാം കണ്ടു. അവൻ കണ്ണടച്ച് പിടിച്ചോണ്ടിരുന്നു കുറേ നേരം. നല്ല മയിലിനെയൊക്കെ കണ്ടായിരുന്നു. എന്നിട്ട് കാട്ടുപോത്തിനെ കണ്ടു കേട്ടോ. കയറ് കെട്ടി നമ്മൾ രാമക്കൽമേട് എത്തി കേട്ടോ. മടുത്തു, തളർന്നു, ഛർദ്ദിക്കാൻ വരുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിരിപ്പുണ്ട്. അതേണ്ടേ പപ്പായും അവരങ്ങോട്ട് പോകുന്നുണ്ട്. ജോണ് വണ്ടിയൊക്കെ സെറ്റാക്കി ഇടുന്നു. നല്ല രസമാണ് കേട്ടോ. ഞാൻ ഒത്തിരി നാളും മുമ്പ് സഞ്ചാരിൻ്റെ നമ്മുടെ ഉഷമ്മയുടെ ഒക്കെ കൂടെ ഒന്ന് വന്ന കേട്ടോ. ഒത്തിരി കാലം മുമ്പാണ്, പക്ഷേ ഒത്തിരി ഭയങ്കര വ്യത്യാസമായി കേട്ടോ. സൂപ്പറായി, അടിപൊളി അല്ലേ? ഭയങ്കര വ്യത്യാസമായി അല്ലേടാ? അയ്യോ അടിപൊളി, നല്ല സെറ്റായി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോയിട്ട് നമ്മുടെ മുകളിലത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇഷ്ടം പോലെ കാറ്റാടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ.
എൻ്റെ പൊന്നെ തളർന്നു കുത്തി തമിഴ്നാട് കൂടെ പോയിട്ട് വന്നപ്പോഴത്തേനും അവശതയായി കേട്ടോ, മടുത്തു. എന്നാ പറയാനാ, നമുക്ക് ഛർദ്ദിക്കാൻ വരുന്നതെന്നും പറഞ്ഞിട്ട് അങ്ങനെ. നല്ല രസം കേട്ടോ, എനിക്ക് നല്ല വെയിലാണ് കേട്ടോ, പക്ഷെ വെയിൽ അറിയുന്നില്ല, നല്ല കാറ്റും അതിനനുസരിച്ച്. അയ്യോ അവരങ്ങ് കൊണ്ടേ ചെന്ന്, ഞാൻ പതിയെ പതിയെ പോകുന്നു. അങ്ങ് മുകളിലൊക്കെ നമ്മൾ പോകാൻ പോകുന്നു കേട്ടോ. അവിടെയൊക്കെ കുറച്ച് നമുക്ക് കയറാനുണ്ട്, പോകാൻ വഴിയൊക്കെ ഉണ്ട്. കുണ്ടും കുഴിയും മാരിയൊക്കെ മഴ പെയ്തിട്ടൊക്കെ ഭയങ്കര കുഴിയൊക്കെ ആട്ടെ. തലമുടിയൊക്കെ നോക്കി ഭയങ്കര കാറ്റാ കേട്ടോ, ഭയങ്കര കാറ്റ്, നല്ല രസം. എനിക്ക് ഇങ്ങോട്ട് ഇഷ്ടമായി. ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള നല്ല കാറ്റാ കേട്ടോ, കാറ്റുള്ളതുകൊണ്ട് വെയിലറിയുന്നില്ല അല്ലേ. അയ്യോ പാവം കൊച്ചി ഇന്നത്തെ ദിവസത്തെ ഒരാഹാരമാണ് ഒരു ഐസ്ക്രീം മേടിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ മലയുടെ ഫുള്ള് എത്തിയില്ല, മണ്ടയിലോട്ട് പോകാൻ കിടക്കുന്നു. ഈ ഉച്ച സമയത്തല്ലേ അങ്ങനെ അധികം ആരും വരികയില്ല അല്ലേ. കണ്ടോ അവിടെ ഒരു അമ്മ ഇന്ന് കച്ചവടം ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് മേടിച്ചാട്ടോ. ഭയങ്കര സൂപ്പർ അല്ലേ. ഇവിടെ ഒരു വേഴാമ്പലിൻ്റെ ഒക്കെ ഒരു സംഭവം അതും പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഈ കാറ്റാടിയൊക്കെ അങ്ങേയറ്റത്തൊക്കെ കറങ്ങുന്നു. നല്ല കാറ്റാണ് ഇത്, നല്ല കാറ്റെന്ന് വെച്ചാൽ ഒന്നര കാറ്റാണ് കേട്ടോ. അതാരായിരിക്കുന്നേ ഉണ്ടോ, തമിഴ്നാട് മുഴുവൻ കാണാം കേട്ടോ. ഇപ്പം നമ്മൾ പോട്ട് വന്ന് തമിഴ്നാട് മുഴുവൻ കാണുന്നുണ്ടോ. ആനെ പിടിച്ചോണേ. മലമുഴക്കി വേഴാമ്പലിൻ്റെ ഒരു സംഭവമാണ് ഇവിടെ വെച്ചേക്കുന്നത് കേട്ടോ. കണ്ടോ, ഇതൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നു. ഇന്നത് കയറുന്നില്ലേ, കാറ്റ് പറത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് ചേട്ടായി അകത്ത് കയറി പോകുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് കയറി നോക്കാവേ. എൻ്റെ ദൈവം, ഇതിനകത്തൂടെ മോളിക്കറി വരായിരുന്നു കേട്ടോ. അപ്പോൾ മോളിക്കറി ഒന്ന് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. അയ്യോ നോക്കി, അവിടെ കാറ്റാടി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് താഴെ ആൾക്കാരൊക്കെ നടക്കുന്നത്. ജൂണ് കയറി വന്നില്ല, കയറി വരും ഇപ്പം. വേണ്ട, ഇപ്പം നമ്മൾ അവിടെ നിന്നാണ് വന്നത് കേട്ടോ, തമിഴ്നാട്. സുഭാഷ് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തല്ലേ. തമിഴ്നാട് ഫുള്ള് കണ്ടോ. എന്ത് കോറ്റാടിപ്പോഴാന്ന് നോക്കിയാൽ അങ്ങോട്ടേക്ക് തമിഴ്നാട്ടിലേക്ക്. അടിപൊളി സെറ്റ്. മലമുഴക്കി ചിറക്. എന്നാലും ഇത് നല്ലല്ലേടാ. ഒന്നും പറയണ്ട. അത് നമുക്ക് ഇതാ അല്ലേ, സോളാറ്. അയ്യോ അതെ, ആ താഴെക്കൂടി വരുന്നു. ഭയങ്കര കാറ്റാ കേട്ടോ, ഭയങ്കര കാറ്റ്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കുറവനെയും കൃത്യതയും വഴി പോയി നിൽക്കുക. ഇനി അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് നടക്കുന്നുണ്ട്. എന്താ ആ ജൂണ് വേണ്ട അവിടെ പോയിരിക്കുന്നു മരത്തിൻ്റെ കീഴേ. നമ്മൾ വന്ന വഴിയാണ് കേട്ടോ താഴെ കാണുന്നത്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് രാമക്കൽമേട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. രാമക്കൽമേട്ടിലെ എല്ലാവർക്കും അറിയാം. ഇവിടെ അതിഭയങ്കരമായ കാറ്റ്. ക്യാമറ പോലും നമുക്ക് പിടിക്കാൻ പറ്റില്ല. നല്ല മനോഹരമായ അമ്മയും ഇത് വന്നത് ജിനറ്റ് CD എന്ന് പറഞ്ഞൊരാളാണ്. ഇതൊക്കെ ഇവിടുത്തുകാരൻ തന്നെയാണ് കേട്ടോ. വളരെ മനോഹരമായി അത് ചിത്രീകരിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. കാലാവസ്ഥ തന്നെ ദൈവം നമുക്കായിട്ട് മാറ്റി തന്നു. അതാണ് നന്മയുള്ള നല്ല മനുഷ്യർക്ക് ദൈവം എപ്പോഴും തണലായി കൂടെ ഉണ്ടാകും. ഭയങ്കര കാറ്റാണ്, പക്ഷെ നല്ല രസമുണ്ട്. അവര് കൊച്ചുമകൻ കൊണ്ട് അതിലൊക്കെ നടന്ന് കാണാനായിട്ട് രണ്ടുപേരും എന്തോ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങള് കാര്യങ്ങൾ പറയായിരുന്നു. അതിനിടെ അവിടെ
അതെന്താ സാധനാ ചേച്ചി? ഉടുമ്പാണോ ഇത്? പൊന്നുടുമ്പ്. ആ ഉടുമ്പും കുഞ്ഞാണോ? അടിപൊളി. ഉടുമ്പും കുഞ്ഞ് ഇത് കണ്ടോ? എടുത്തപ്പോൾ അവന് ഭയങ്കര ജാടയായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ ഓടി ഓടി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ചേച്ചിമാരുമായിട്ട് വലിയ കൂട്ടാൻ തോന്നും. ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ആ മുളക് പൊടി വീണ് കണ്ണി ഇത് മേടിച്ചേട്ടാ. മുളക് പൊടി കണ്ണി വീണു. ഈ പാറയുടെ പുറത്ത് കയറും കേട്ടോ ചിലരൊക്കെ പോയി. റിസ്ക്കാണ്. എന്നാലും ഇവിടെ വരുന്നവരെല്ലാം പോകും. നമ്മൾ അങ്ങോട്ടേക്ക് ശരിക്കും തമിഴ്നാടിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇവിടെ വന്നാൽ. ഞാൻ വന്നിട്ടുള്ളത് എന്നാലും ഇപ്പോൾ ഒന്നുകൂടെ ഭയങ്കര മാറ്റങ്ങളായില്ല. ഇപ്പോൾ അടുത്ത ദിവസമൊക്കെ ആകുമ്പോൾ മഴയൊക്കെ ആകുമ്പോഴത്തേനും ആൾക്കാർ കുറയുന്നു. ഇവിടെ ചേച്ചിമാരിരിപ്പുണ്ട്. പിന്നെ ഏതോ ഒരു മലയുടെ മണ്ട കൊണ്ടിട്ട് ഇതേ കിട്ടിയോ പോകുന്നു. ഇത് എവിടെ പോകുന്നടേ? ഒരു പരിചയമില്ലാത്തവർക്ക് ഇതേ പോകുന്നു. ഇത് എവിടെ പോകുന്നെന്ന് അറിയത്തില്ല. ഇതേ പോകുന്നുണ്ട് കേട്ടോ. എത്തി. ആ എന്തായാലും ജോണും ഇവരും ഉള്ളതുകൊണ്ട് ഞാൻ ഏതായാലും വീട്ടിൽ ചെന്ന് പറ്റും. അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ പിള്ളേർ. അവർ കളിക്കട്ടെ. ചെറുപ്പകാലം അമ്മയ്ക്ക് ഓർമ്മ വന്നതുകൊണ്ടായിരിക്കും. അത് തന്നെ. ടവലൊക്കെ പറഞ്ഞു പോയി. ആള് പഴയകാല ഓർമ്മകളായി വരണം. ഞാൻ വിചാരിക്കുന്നു അത് മതി, അത് മതി. ധാരാളം ധാരാളം. ഇത് റിയൽസിന് നല്ലതാട്ടോ. വേറെ സമയം 2 മണിയോ ആകാറായി കേട്ടോ. ചേട്ടാക്കി വിശക്കാൻ പറഞ്ഞു. വാ പോകാമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പോകാനായിട്ട് നിൽക്കുകയാണ്. കൊച്ചു ഒരു കളിക്കും കൂടെ കയറിയിട്ടുണ്ട്. ഒരു സ്ഥാനത്തേലോട്ടും കൂടെ കയറിയിട്ടുണ്ട്. കൊച്ചു അതിലൊന്നും കൂടെ വന്നു കഴിഞ്ഞാൽ അന്നേരം നമ്മൾ പോകാം കേട്ടോ. കുഞ്ഞി പിള്ളേരെല്ലാം പൂമ്പാറ്റകളെ മാതിരിയുണ്ട് കേട്ടോ. പിള്ളേരെ വിടുമ്പോൾ നോക്കണേ എന്നൊക്കെ വന്ന് പറയുന്നുണ്ട്. ഇതുണ്ടോ പിള്ളേരെല്ലാം കിടന്ന് നാട്ടിൽ നല്ല രസമുണ്ടല്ലേ. പൂമ്പാറ്റകളെ പോലെ കുഞ്ഞുങ്ങളെല്ലാം കിടന്ന് തുള്ളുന്നുണ്ട്. പേടിച്ച് ഫീല് ഇത് പല്ലെടുത്തിട്ട് നിൽക്കുക കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി വാട്ടമുണ്ട്, മുഖത്തിന് ക്ഷീണമുണ്ട്. അപ്പോൾ പല്ലെടുത്ത് ഞങ്ങൾക്ക് കടിക്കാൻ പറ്റുന്ന ബെസ്റ്റ് സാധനമാണ് മകൾ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് കേട്ടോ. മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ ഇതൊന്നും ഞാനല്ല കേട്ടോ. എണ്ണ നിങ്ങളെ ഇനി ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉപ്പേറ വരെ പോവാ. ഇതേണ്ടേ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട്. ഏത്തക്ക ഈ ഏത്തക്ക കാണുമ്പോൾ അറിയാം ഞാൻ ഉണ്ടാക്കിയതല്ലെന്ന്. കാരണം ഞാൻ നീളത്തിൽ അത് ഏത്തക്ക കൂടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അവൾ ഇതേൻ്റെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നോട് ചോദിക്കും കേട്ടോ, അമ്മ അങ്ങനെ കണ്ടിച്ചാൽ മതി, ഇങ്ങനെ കണ്ടിച്ചാൽ മതി എന്നൊക്കെ. മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഉപ്പേറ വരെ പോവാ. അപ്പോഴത്തേനും ഏത്തക്ക പുളിയും കട്ടൻ ചായയൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് പിള്ളേരെല്ലാവരും കൂടെ കളിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ ഇന്നാണ് അവന് ഞങ്ങളുടെ കുഞ്ഞിക്കുട്ടന് ഫ്രീഡം കിട്ടിയത്. സന്തോഷമായിട്ട് ഇരിപ്പുണ്ട്. ചിന്നൻ, കണ്ണൻ, പിന്നെ കല്യാണി, ആര്യൻ എല്ലാ പട്ടാളം ഉണ്ട് തിണ്ണയിൽ. അപ്പോൾ അവളെല്ലാവർക്കും കൂടെ ഏത്തക്കാവോടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് റെഡി ആക്കുന്നുണ്ട് കേട്ടോ. അല്ലേ? എല്ലാവർക്കും ഉണ്ടല്ലേ. വേദന അടിച്ച് ചെറുതായിട്ട് നീരുണ്ടോ അവിടെ? വീക്കമുണ്ട് ചെറുതായിട്ട്. എന്തായാലും റെസ്റ്റ് എടുക്ക്. അപ്പം ഞാനും പറയാം കേട്ടോ. ഞാൻ ഉപ്പേറ വരെ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ അവർ അപ്പനും മകളും കൊണ്ട് നിന്ന് ഉണ്ടാക്കട്ടെ. അപ്പൻ ഇങ്ങനെ പറഞ്ഞ് കൊടുക്കും. അപ്പായി അത് അങ്ങനെയായിരുന്നു, അപ്പായി ഇങ്ങനെയായിരുന്നു, അപ്പായി എന്നൊക്കെ വെച്ചിട്ട് കഥകളൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുക കേട്ടോ. അവളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണേ. തവി സ്പൂണും കാര്യങ്ങളൊക്കെ വേണ്ട. എനിക്കറിയാം ചെയ്യാം, പക്ഷെ നമ്മൾ ചെയ്തത് ശരിയാത്തില്ല. എന്നുവെച്ചാൽ അവർ ചെയ്യട്ടെ, അവരുടെ ഇഷ്ടത്തിന് ചെയ്യട്ടെ. ഫ്രീഡം മൊത്തം അടുക്കള മൊത്തം അവർക്ക് വിട്ടു. അല്ല ഇതെല്ലാം നാളെ നിനക്ക് ഇഷ്ടമുള്ളത് ഇവിടുന്ന് എന്നാ വെച്ചാൽ നീ എടുത്തിട്ട് പോകണം. ആരും ജസ്റ്റ് വരാനായിട്ട് നമ്മുടെ മനസ്സ് ഇവിടോട്ട് പ്ലാൻ ഉണ്ടെങ്കിലും ഇതെല്ലാം കരുതിയിരുന്നു. എല്ലാവരും വരുന്നവർ കഞ്ഞി എല്ലാവരും പോലെ നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ. അതെ. അപ്പോൾ എന്നാൽ നിങ്ങൾ ഉണ്ടാക്കിക്കോ. ഞാൻ കുറേ ദിവസം കൂടി കല്യാണിക്കുട്ടി കയറി വന്നിട്ടുണ്ട് കേട്ടോ ചേട്ടായിമാരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ദൈവമേ മതി. കല്യാണി എന്നാണ്ട് വിശേഷം? ചുഖമാണോ? സൂപ്പർ ഏത്തക്ക പൊളിയാണോ? ഇവിടെ വന്ന് ആൻറ്റി ഉണ്ടാക്കിയതാ. ഇവിടെ വന്ന് ആൻറ്റി ഉണ്ടാക്കിയേക്കുന്ന നല്ലതായിരുന്നോടാ ജിന്ന ഏത്തക്ക പൊളി. ഇവരെ ഇടിക്കുവാണോ? ആണോ? ഊഞ്ഞാലും കൊണ്ട് ഭയങ്കര ശല്യം അല്ലേ? എന്നാൽ ഇവനെ പറഞ്ഞു വിട്ടേക്കാം അല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന്? വേണോ ഇവനെ ഇവിടെ നിർത്തണോ? അയ്യോ സിന്ധുമാരൊന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞു വന്നേക്കോ ഇവൻ. ഇനിയിപ്പോൾ എന്നാ ഇതേ പറഞ്ഞു വിടണോ? എന്നാ
വേണ്ട കേട്ടോ, നീ നാളെ പോക്കോ കേട്ടോ, നാളെ പോക്കോ. അയ്യോ പാവം അതിന്റെ പോകാൻ ചുമ്മാ വേണ്ട സിന്ധു കേട്ടോ, പോണ്ടേ. ചുമ്മാ പറഞ്ഞാടാ ഞങ്ങള് ചുമ്മാ എന്താ ദൈവമേ മതി. അപ്പൊ അവരിവിടെ തകർപ്പം കളിയും കാര്യങ്ങളൊക്കെ നടക്കും. അത് കണ്ടോ, വണ്ടികളും കിണ്ടികളും ഒക്കെ കണ്ടോ എത്ര കിടക്കുന്നതെന്ന്. അപ്പം എനിക്കും ചേട്ടായിക്കും കേൾക്കാൻ വേണ്ടിയിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലി വന്നേക്കുന്ന മോൻ ഒരു പാട്ട് പാടി തരും കേട്ടോ. ഒരു 2 വരേ ഉള്ളൂ കേട്ടോ. ഞാൻ നിർബന്ധിച്ച് അത്രേ ഇത് പറഞ്ഞിട്ടാട്ടോ. നന്നായിട്ട് പാടുന്നുണ്ട്. ഇപ്പോൾ കരൊക്കെ ഇട്ടിട്ട് പാടി, പക്ഷെ അത് നമുക്ക് ഇടാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് വരും അല്ലേ ചേട്ടായി? സൂപ്പറായിട്ട് പാടുന്നുണ്ടല്ലേ? പഠിക്കോ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. സൂപ്പർ, അടിപൊളി കേട്ടോ, അടിപൊളി നല്ലതായിട്ടുണ്ട്. സത്യമായിട്ട് പറയാം അല്ലേ ഏട്ടായി? നല്ലതായിട്ടുണ്ട് കേട്ടോ. സന്തോഷം എൻ്റെ പൊന്നു മക്കളെ, സന്തോഷം. നന്നായിട്ട് പാടുന്നുണ്ട്, നല്ല സൗണ്ട്. അതെന്നാന്നറിയോ, ഇവര് ഈ പള്ളി കുഞ്ഞിലെ മുതൽ ഇങ്ങനെ കേൾക്കുന്നു അല്ലേ, കോയറിനൊക്കെ ആണെങ്കിലും പാടുന്നത്. അത് നല്ലൊരു ഇതാ. എപ്പോഴും ഈശോയുടെ പാട്ടുകളും മാതാവിൻ്റെ പാട്ടുകളും ഒക്കെ കൊടുക്കൂല്ലേ. എൻ്റെ ഫേവറേറ്റ് പാട്ടും അത്. അല്ല അവളുടെ മൊബൈലിലും അതാ. അതെ കൃപാസനത്തിലും ഒക്കെ എപ്പോഴും മാതാവിൻ്റെ പാട്ടുണ്ട്. എൻ്റെ ദൈവം. അപ്പം അമ്മ മാതാവിൻ്റെ ഒരു പാട്ടും കിട്ടു, സന്തോഷമായി. ഏത്തയ്ക്കപൊളി ഒരു ചായയും കൊടുത്തെങ്കിലും എന്നാ കുഴപ്പം, നല്ല അടിപൊളി ഒരു പാട്ട് കേട്ടില്ലേ, അതാണ്. അപ്പം ചേട്ടായി ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ, ഇവർ പിള്ളേരുള്ളത് കൊണ്ട്. പുറത്ത് കുട്ടിപ്പട്ടാളങ്ങൾ 3 കൂടെ തകർക്കുന്നുണ്ട്, അതാണ് സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. വെടിക്കെട്ട് കുക്കർ പായസം ഉണ്ടാക്കി കേട്ടോ. നിങ്ങളൊക്കെ കേട്ടിട്ട് പോലും ഇല്ലാത്തതായിരിക്കും. ഇന്ന് ഈ സിന്ധു പറയുന്നത് കുക്കർ പായസം എന്നൊക്കെ ചുമ്മാ ഒരു പേരിട്ടതാണ് കേട്ടോ. കുക്കറിനകത്ത് വെച്ചങ്ങ് ഉണ്ടാക്കി എന്നുള്ളതേ ഉള്ളൂ. ചെറുപയർ പായസമാണ്. ഇന്നലെ ചേട്ടാ പറഞ്ഞുണ്ട് ഇച്ചിരി പായസം ഉണ്ടാക്കണി എന്ന്. വെഡിങ് ആനിവേഴ്സറി ഒക്കെ അല്ലേ, ആഗ്രഹം പറഞ്ഞതല്ലേ. പിള്ളേരെ കണ്ടപ്പം പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് വണ്ടിക്ക് വന്നപ്പോൾ അവിടെ പായസം വിൽക്കുന്ന ഒരു ചേട്ടനുണ്ട്. അവിടെ വന്നപ്പോഴത്തേനും 2 എണ്ണം ഇരുന്ന് വണ്ടിയായിരുന്നു, ഉറങ്ങുമായിരുന്നു. പക്ഷേ പായസം മേടിച്ച് കൊടുക്കാമായിരുന്നു, പിള്ളേർക്ക് പായസം മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു പിള്ളേർ ഉറങ്ങുമല്ലേ, നീ വീട്ടിൽ ചെന്ന് ഇച്ചിരി വെച്ച് കൊടുക്കണമെന്ന്. അപ്പോൾ എന്നാൽ ഇന്നങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കൊടുത്തു നോക്കാം എങ്ങനെയുണ്ടെന്ന് നമ്മുടെ പായസം കഴിച്ചിട്ട്. ഒരാൾ കിച്ചണിൽ നിന്ന് എന്നോടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നാന്ന് നോക്കട്ടെ. വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി, പിന്നെ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്, സാലഡ് ഉണ്ടാക്കുവാണ് കേട്ടോ. സാലഡ് ഭയങ്കര ഇഷ്ടമാണ്. പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാൽ ഇന്നലെ നമ്മൾ തിളപ്പിക്കാതെ വെച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് കൂട്ടേ വൈകിട്ട് വന്നിട്ട് ചായ ഇട്ടപ്പോൾ ഒരു നാടൻ പാലല്ലേ, എന്നാലും ഒരു വേറൊരു ടേസ്റ്റ്. ഞാൻ ഈ പാല് തിളപ്പിച്ചതിൻ്റെ പാട എടുത്ത് മാറ്റുമല്ലോ, എന്നിട്ട് നെയ്യ് എടുക്കുന്നതുകൊണ്ട് അന്നേരം നമുക്ക് വലിയ കുഴപ്പമില്ലാതെ കുടിക്കുന്നതുകൊണ്ടായിരിക്കും ഇന്ന് ചായ ഇട്ടിട്ടൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇപ്പോൾ പപ്പ പാല് കൊണ്ടുവന്ന് അന്നേരം തന്നെ പാല് തിളപ്പിക്കാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സാലഡ് ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. പിന്നെ മോരുകറി ഉണ്ട്, പോർക്ക് കറി ഉണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. സാലഡിന് കുക്കമ്പർ, ക്യാരറ്റ്, സവോള, തൈര്, നമ്മുടെ സ്വന്തം തൈര്. അപ്പം ഞാൻ പായസം കൊടുത്തു നോക്കട്ടെ. അയ്യോ പാലിപ്പോൾ തിളച്ച് പോയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ, ഇവിടുത്തെ കൊച്ചു വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ. കൊച്ചു വിശേഷങ്ങൾ നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു, എൻജോയ് ചെയ്ത് നന്നായിട്ട്. പിള്ളേർക്കും ഭയങ്കര സന്തോഷമായി പോയി അല്ലേ, അവർക്കും ഭയങ്കര സന്തോഷമായി പോയി. നല്ല നട്ടുച്ചയ്ക്ക് നല്ല വെയിലറിയുന്നേ ഇല്ല, നല്ല കാറ്റാണ് കേട്ടോ. കാറ്റെന്ന് വെച്ചാൽ എൻ്റെ തലയൊക്കെ കാണുമ്പോൾ അറിയാം, പുറത്തൊന്നും കൊടുക്കണ്ടുണ്ട്, നല്ല കാറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാലും ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിച്ച് പൊട്ടിക്കണം, കമൻറ്റും കൊടുക്കണം. അതെ. അപ്പോൾ പുതിയൊരു നല്ല അടിപൊളി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.